ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷാസി ട്രേഡ്സ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലെ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നറിയോ? നമ്മൾ ബാക്കി വന്ന ചോറ് കൊണ്ടാണ്. അപ്പോൾ ചോറൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം ഇതിന് വേണ്ട മധുരം നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 360 ഗ്രാം അളവിൽ വെള്ളം, ശർക്കര ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുക. ഈ അളവൊക്കെ നിങ്ങൾക്ക് മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏത് അളവ് കപ്പാണോ ഗ്ലാസ്സാണോ അതിൽ ഒന്ന് മെഷർ ചെയ്തിട്ട് എടുത്താൽ മതി. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുക. പിന്നെ ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏത് ചോറും എടുക്കുക. ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുക, അല്ലെങ്കിൽ അലൂമിനിയം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക, ഗീ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കുക. ഞാൻ ഇപ്പം കാഷ്യൂനട്ടാണ് ചേർക്കുന്നത്. കാഷ്യൂനട്ടോ പീനട്ടോ കിസ്മിസോ ബദാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ജസ്റ്റ് ആ കാഷ്യൂനട്ടിലെല്ലാം ഈ ഗീൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഈ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ച ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് വെച്ച വെള്ളം, ശർക്കര ഇതിലേക്ക് അരച്ചൊഴിച്ചു കൊടുക്കുക. ശർക്കരയിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾ കൈവിടാതെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്ന ടൈം, ഇതേപോലെ കുറുകി വരാൻ തുടങ്ങുന്ന ടൈം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ഏലക്കായ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഏലക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏലക്കായ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല, ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ട് മിക്സാക്കിക്കൊണ്ട് നിൽക്കുമ്പം ചെറുതായിട്ടൊന്ന് കുറുകി കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ഈ സമയം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ വറുക്കാത്തതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് റവ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. റവ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചും കൂടി കട്ടിയായിട്ട് നമ്മളെ ഈ മിക്സ്ചർ മാറും. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യേണ്ട, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗീയോ ചേർക്കുക, അല്ലെങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചേർക്കുക. ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ഹലുവൻ്റെ എല്ലാം ടെക്സ്ചർ പോലെ കുറച്ചും കൂടി കട്ടിയായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് ഇത് കൈ വിടാതെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മളിതിൽ റവ ഒക്കെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ആക്കുന്നുണ്ട് തന്നെ ഇത് വേഗം തന്നെ ഒന്ന് കുറുകി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് അത്യാവശ്യം പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ടെക്സ്ചറും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കട്ടിയായിട്ട്, നമുക്ക് ഹലുവ എല്ലാം പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ട ഒരു രീതിയാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഈ സമയം നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ 3.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് മാത്രം മതി. ഇത് നന്നായിട്ട് മിക്സാക്കിക്കൊണ്ട് നിൽക്കുക. ഇനി ഇതാ ഇത്രയും കട്ടിയായി കഴിഞ്ഞാൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ചിട്ട് ഒന്ന് മിക്സാക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല ഉരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, ഇതേപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും ആയാൽ മതി. ഇനി നമ്മൾ ഇത് സെറ്റാക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തടവിയിട്ട് വെക്കാം. ഞാൻ ഇപ്പം ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രം എടുക്കുക. ഞാൻ കുറച്ച് കട്ടിയാകാൻ വേണ്ടിയിട്ടാണ് കുഴിയുള്ള ചെറിയൊരു ബൗൾ എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ള എള്ളും കൂടി ഇടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. ഞാൻ ഈ നന്നായിട്ട് പ്രസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചെറിയ വിടവ് സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടോ അല്ല ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒന്ന് കോരി കഴിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ സെറ്റാക്കാൻ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്തുതന്നെ വെച്ചാൽ മതി. അപ്പോൾ ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടിപൊളി തന്നെ ഹലുവ പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കഴിയുള്ളൂ. ഇതാ ഇപ്പോൾ ചൂട് നന്നായിട്ട് മാറി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്നും ഒന്ന് വിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ സെറ്റ് ചെയ്ത് സൈഡിൽ കാണില്ലേ കുറച്ച് ക്രാക്കിലോ, അത് ഞാൻ നല്ലോണം പ്രസ് ചെയ്യാണ്ട് സെറ്റാക്കാൻ വെച്ചോണ്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല പ്രസ്സാക്കിയിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചോറാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മധുരം ഇഷ്ടമുള്ളവർ ഇതേപോലത്തുള്ള അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കൈ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മധുരം ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.